ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം എന്ന് നാം വായിക്കുന്നു. ദൈവം നമുക്ക് ചെയ്യുന്ന സകല നന്മയ്ക്കും നാം സ്തോത്രം ചെയ്യണം. ദൈവസന്നിധിയിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു സ്തോത്രം ഒരു കാളെ അർപ്പിക്കുന്നതിന് തുല്യമാണ്. 50 സ്തോത്രം പറഞ്ഞാൽ 50 കാളെ അർപ്പിക്കുന്നു. 1000 സ്തോത്രം പറഞ്ഞാൽ 1000 കാളെ അർപ്പിക്കുന്നു. അപ്പോൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇന്ന് പെന്തക്കോസ്തുകാരൊക്കെ സ്തോത്രം പറയുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും എപ്പോഴും നമ്മൾ സ്തോത്രം പറഞ്ഞ് വണ്ടി ഓടിക്കുമ്പോഴും, ആഹാരത്തിന് കാര്യങ്ങളെല്ലാം ഒരുക്കുമ്പോഴും, സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴും, എവിടെയും നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്ന സ്തോത്രം പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവം നമ്മളെ അതിലൂടെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ നാം വായിച്ചത്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് തൃപ്തിയോടെ ആയിരിക്കണം, ഒരു തൃപ്തി ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ചിലർ ചോദിക്കും, എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണമായിരുന്നു, വയറ് നിറച്ചും കഴിച്ചിട്ട് പുള്ളി പറയും, ഒരു യോശനും കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും പറയരുത്. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിപ്പാൻ നിൻ്റെ മേശയ്ക്ക് അടുക്കൽ വരുന്ന ദൈവമാണ്. അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നു. സർവശക്തനായ ദൈവം നമുക്ക് ഭക്ഷണം ഒരുക്കിത്തരുന്നു. യേശു കർത്താവ് കടപ്പുറത്ത് പ്രാതലൊരുക്കി ശിഷ്യന്മാരെ വിളിച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം തീയിൽ ചുട്ട അതായ ഭക്ഷണമായിരുന്നു. അത് ഇന്ന് നമ്മുടെ ദേശത്ത് അറിയപ്പെടുന്ന തന്തൂരി ചിക്കനും തന്തൂരി പൊറോട്ടായും ഒക്കെ ആയിട്ട് തീയിൽ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് കർത്താവ് ആദ്യമായിട്ട് ചെയ്തു. നല്ല ഭക്ഷണമാണ്. അപ്പോൾ തന്നെ 5 അപ്പവും 2 മീനും എല്ലാവർക്കും കൊടുത്തു. കർത്താവ് അത് 12 കൊട്ട നിറച്ചെടുക്കത്തക്കവണ്ണം വാഴ്ത്തി അനുഗ്രഹിച്ചു. ഇന്നും ജീവിതത്തിൽ തൃപ്തിയോടെ ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതം തൃപ്തികരമായ ജീവിതമാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സന്തോഷ ജീവിതം, ആനന്ദ ജീവിതം. ഇവിടെ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ട്. കർത്താവ് പറഞ്ഞ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ജയവീരനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം കഷ്ടതയിലും വേദനകളിലും രോഗത്തിലും ആപത്തിലും അനർത്ഥങ്ങളിലും ഒക്കെ നമുക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. കഷ്ടതയുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും സന്തോഷിക്കണം. പൗലോസ് അപ്പോസ്തലൻ അതാണല്ലോ തെസ്സലോനിക്കയിലെ അതിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നാണല്ലോ. അപ്പോൾ സന്തോഷിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവസന്നിധിയിൽ വ്യാജം പറയരുത്, ബോഷ്ക്ക് പറയരുത്. ദൈവം നമുക്ക് തരുന്ന നല്ല ദേശത്തെക്കുറിച്ച് നാം സന്തോഷമുള്ളവരായിരിക്കണം. ഒരു നല്ല ദേശത്തേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അതെ, ആ ദേശം സ്വർഗീയ ദേശമാണ്, നിത്യതയുടെ ദേശമാണ്, വിശ്രമത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദേശമാണ്. ആ ദേശത്ത് നമ്മൾ ചെല്ലാൻ സമയമായിരിക്കുന്നു. ആ ദേശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് നാം എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരാകണം. സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്ത് പാരമ്പര്യ ലോകപ്രകാരം ജീവിച്ച സ്ഥാനത്ത് നിന്നും ദൈവം ഞങ്ങളെ വിളിച്ച് നിത്യതയുടെ നല്ല ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഒരുക്കിയതോർത്ത് സ്തോത്രം. അവിടുത്തെ നാമത്തിനത് മഹത്വമാക്കി തീർത്തല്ലോ. ആ നല്ല ദേശത്ത് കർത്താവിനോടൊപ്പം
നിത്യതയോളം വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.